ഹായ് എവരിവൺ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സുവോളജിക്കകത്ത് തന്നെ വരുന്നുള്ള ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡിയും അലർജി, എയ്ഡ്സ്, ക്യാൻസർ ഇത്രയാണ് പഠിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസീസിനെ കുറിച്ച് അറിയാം അല്ലേ. എവറി ഡേ വി ആർ എക്സ്പോസ് ടു ലാർജ് നമ്പർ ഓഫ് ഇൻഫെക്ഷ്യസ് ഏജൻസ്. ഈ ഡിസീസ് നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്? ഒന്നെങ്കിൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിട്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസുമായിട്ട്. സോ ഒരു ദിവസത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഇതുപോലുള്ള ഇൻഫെക്ഷ്യസ് ഏജൻസുമായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ ഇതുപോലുള്ള എക്സ്പോഷറും നമുക്ക് ഡിസീസായിട്ട് റിസൾട്ട് ചെയ്യുന്നില്ല. ചിലത് മാത്രമേ നമുക്ക് ഡിസീസായിട്ട് വരുന്നുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കകത്ത് എന്തുണ്ട്? ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ആ ഡിഫൻസ് മെക്കാനിസം എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? നമ്മുടെ ഫോറിൻ ഏജൻസുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് ഇവർ തോറ്റു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ വീക്കാവുന്ന സമയത്ത് മാത്രമാണ്, നമ്മുടെ ഡിഫൻസ് മെക്കാനിസം ഒന്ന് വീക്കാവുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഡിസീസ് കോസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, so the overall ability of the host to fight the disease in causing organism is called immune system. By the immune system is called immunity. ആ എബിലിറ്റീനെ നമ്മൾ എന്ത് പറയും? ഇമ്മ്യൂണിറ്റി എന്ന് പറയും. എന്ത് പറയും? നമ്മുടെ ബോഡിക്കകത്തുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ആ എബിലിറ്റീനെ നമ്മൾ എന്ത് പറയും? ഇമ്മ്യൂണിറ്റി എന്ന് പറയും. ഇമ്മ്യൂൺ സിസ്റ്റത്തിനകത്താണ് ഈ ഫൈറ്റ് ചെയ്യുന്നുള്ള ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അതിന് എബിലിറ്റി. അപ്പോൾ ഇമ്മ്യൂണിറ്റി തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, ഒന്ന് അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഏതൊക്കെയാണ്? ഇന്നേറ്റും അക്വയർഡും. അതിനകത്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നോൺ സ്പെസിഫിക് ആണ്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫെൻസ് ആണ്. നമുക്ക് നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ എന്താണ്, അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഇറ്റ് സെൽഫ് നമ്മുടെ ബോഡിക്കകത്ത് എന്തുണ്ട്? ആ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അത് ഡിഫറെൻറ്റ് ബാരിയേഴ്സ് ആയിട്ടാണ് ഉള്ളത്. ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് 4 ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് ആയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉള്ളത്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ബോഡിയിലുള്ള സ്കിന്നില്ലേ, ആ സ്കിൻ എന്താ ചെയ്യുന്നുള്ളത്? പുറമേ നിന്നുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറ്റാതിരിക്കുന്നു. അപ്പോൾ അതൊരു ഫിസിക്കൽ ബാരിയറാണ്. പിന്നെ നമ്മുടെ എപ്പിത്തീലിയൽ ലൈനിങ്, നമ്മുടെ റെസ്പിറേറ്ററിൻ്റെ ആയാലും ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്, യൂറോജനൈറ്റൽ ട്രാക്ട്, ഇവിടെയൊക്കെ എന്തുണ്ട്? മ്യൂക്കസ് ഉണ്ട്, മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസത്തിനൊക്കെ ട്രാപ്പ് ചെയ്യും അല്ലേ, നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറാതെ അതിനെ അവർ പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കൽ ബാരിയേഴ്സിൻ്റെ അകത്ത് വരുന്നുള്ളത്. അതൊരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണല്ലോ. തോന്നുന്നവരൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം? അത് ഡിസീസ് കോസ് ചെയ്യില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഫോറിൻ ഏജൻസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും ഇവർ. പിന്നെയാണ് ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്. അതിലൊന്നാണ് സ്റ്റൊമക്കിനകത്തുള്ള ആസിഡ്, മൗത്തിലെ സലൈവ, അതുപോലെ തന്നെ നമ്മുടെ കണ്ണുനീര്. ഇതൊക്കെ എന്താണ്? ഫിസിയോളജിക്കൽ ബാക്ടീരിയസ് ആണ്. ഇവരൊക്കെ മൈക്രോബിയൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ടീയേഴ്സ്, സലൈവ, അതുപോലെ തന്നെ സ്റ്റൊമക്കിലെ ആസിഡ്. പിന്നെയാണ് സെല്ലുലാർ ബാരിയേഴ്സ്. നമുക്കറിയാം ഡിഫൻസ് മെക്കാനിസത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? WBCs എന്ന് പറയുന്നത്. സോ സർട്ടൈൻ ടൈപ്സ് ഓഫ് WBCs ലൈക്ക് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ്, അതുപോലെ തന്നെ മോണോസൈറ്റ്സ്, അതുപോലെ തന്നെ നാച്ചുറൽ കില്ലർ സെൽസ് ഒക്കെ നമ്മുടെ ബോഡിക്കകത്ത് എന്ത് ചെയ്യുന്നു? മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. സോ മാക്രോഫേജ്, മോണോസൈറ്റ്സ്, നാച്ചുറൽ കില്ലർ സെൽസ്. പിന്നെ നമ്മുടെ PMNL ഇത്രയും സെൽസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിക്കകത്ത് വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, ഡിസ്ട്രോയ് ചെയ്യുന്നു. പിന്നെ ഒന്നാണ് സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. സൈറ്റോകൈൻ ബാരിയേഴ്സ്. സോ വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള സെൽസ്, നമ്മുടെ ബോഡിക്കകത്ത് ഏതെങ്കിലും വൈറസ് ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള സെൽസ് ഉണ്ടെങ്കിൽ അവരൊരു പ്രോട്ടീൻസ് റിലീസ് ചെയ്യും. അതിൻ്റെ പേരാണ് ഇൻ്റർഫെറോൺസ് എന്ന് പറയുന്നത്. ഇത് എന്ത് ചെയ്യും? നോൺ ഇൻഫെക്റ്റഡ് സെൽസിന് ഫർദർ വൈറൽ ഇൻഫെക്ഷൻ വരാണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ മനസ്സിലായല്ലോ, സൈറ്റോകൈൻ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ്, അതുപോലെ തന്നെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, ഫിസിക്കൽ ബാരിയേഴ്സ്. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്. ഇത് നമുക്ക് ബർത്തിൻ്റെ ടൈമിൽ തന്നെ ഉണ്ട്. പക്ഷേ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ പാത്തജനിക് സ്പെസിഫിക് ആണ്. ഇവിടെ സ്കിൻ എന്ന് പറഞ്ഞാൽ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും ഒരുപോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അതിന് സ്പെഷ്യലായിട്ട് ഇന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഇന്ന മൈക്രോ ഓർഗാനിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. അതെല്ലാത്തിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഓരോ പാത്തജനും അത് സ്പെസിഫിക് ആണ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെമ്മറി. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്താണ്? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ മെമ്മറി. അതായത് നമ്മൾ ഒരു പാത്തജൻ, ഇപ്പം നമ്മൾ ചിക്കൻ ബോക്സിൻ്റെ കേസിലൊക്കെ കേട്ടിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നാൽ പിന്നീട് അത് വരില്ല അല്ലെ. മംസ് അതുപോലെയുള്ള ചില ഡിസീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു എൻകൗണ്ടർ, ഒരു പാത്തജൻ വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്താൽ പിന്നീട് ആ ചിക്കൻ ബോക്സ് വരില്ല.
അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ മൈക്രോ ഓർഗാനിസം ആ പർട്ടിക്കുലർ നമ്മൾ ചിക്കൻ ബോക്സ് തന്നെ ആണെങ്കിൽ ആ പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസം ആ വൈറസ് നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ പ്രൈമറി റെസ്പോൺസ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ബോഡിയിൽ അത്ര നല്ല ഡിഫൻസ് മെക്കാനിസം ഒന്നും ഉണ്ടാവില്ല. അവർ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അവരോടായിട്ട് ലോ ഇൻറ്റൻസിറ്റിയിലുള്ള റെസ്പോൺസ് ആയിരിക്കും അത് കൊടുക്കുക. വീണ്ടും അവർ രണ്ടാമത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബോഡിക്കകത്തുള്ള ഡിഫൻസ് മെക്കാനിസത്തിന് എന്ത് മനസ്സിലാവും, ഇത് ഇന്ന വൈറസാണ്, ഇവർ വന്നിട്ടുണ്ടെങ്കിൽ ഈ പണിയാണ് കിട്ടുക എന്ന് പെട്ടെന്ന് തന്നെ വൈറസ് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അവർ റെഡി ആയിട്ടുണ്ടാവും. അവർ ഒരു പ്രാവശ്യം അതുമായിട്ട് ഏറ്റുമുട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് ആ മെമ്മറി ഉണ്ടാവും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യും. സോ സബ്സീക്വൻറ്റ് എൻകൗണ്ടർ വിത്ത് ദ സെയിം പാത്തജൻ, അതേ പാത്തജൻ നമ്മുടെ ബോഡിക്ക് രണ്ടാമതും വരികയാണെങ്കിൽ അവിടെ എന്താണ് സെക്കൻഡറി റെസ്പോൺസാണ് കൊടുക്കുക. അത് എന്തുകൊണ്ടാണ്, ഫസ്റ്റ് റെസ്പോൺസിൽ പ്രൈമറി റെസ്പോൺസിൽ മെമ്മറി ഉണ്ടായതുകൊണ്ടാണ് സെക്കൻഡറി റെസ്പോൺസ് ഫാസ്റ്റായിട്ടും സ്ട്രോങ് ആയിട്ടും കൊടുക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഈ പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും പാത്തജൻ സ്പെസിഫിക് ആയിട്ടുള്ള ഈ പ്രൈമറി റെസ്പോൺസും സെക്കൻഡറി റെസ്പോൺസും കൊടുക്കുന്നുള്ളത് രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്സിനെ വെച്ചിട്ടാണ്. ബി ലിംഫോസൈറ്റ്സും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റ്സും. ബി ലിംഫോസൈറ്റ്സും അതുപോലെ തന്നെ ടി ലിംഫോസൈറ്റ്സും. ഈ ബി ലിംഫോസൈറ്റ്സ് എന്ത് ചെയ്യും, ദേ വിൽ പ്രൊഡ്യൂസ് ആൻ ആർമി ഓഫ് പ്രോട്ടീൻസ് ഇൻ റെസ്പോൺസ് ടു പാത്തജൻ ഇൻ അവർ ബോഡി ടു ഫൈറ്റ് വിത്ത് ദം. സോ ബി ലിംഫോസൈറ്റ്സ് ഒരു ആർമി ഓഫ് പ്രോട്ടീൻസിനെ റിലീസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആൻറ്റിബോഡീസ് എന്ന് വിളിക്കുക. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. ഓക്കെ. ദ ടി സെൽസ് ആണെങ്കിലോ അവർക്ക് സ്വന്തമായിട്ട് ആൻറ്റിബോഡീസ് സെക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം അവരെന്ത് ചെയ്യും, ബി സെൽസിന് പോയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ബി സെൽസ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, ടി സെൽസ് അതിനെ ഹെൽപ്പ് ചെയ്യും, ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഒരു ആൻറ്റിബോഡി മോളിക്യൂളിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കാണുന്നില്ലേ, ഒരു വൈ എന്ന് പറയുന്ന ഷേപ്പിൽ പോലുള്ള ഒരു സ്ട്രക്ചർ. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റിബോഡി മോളിക്യൂളിന് 4 പെപ്റ്റൈഡ് ചെയിൻസ് ആണ് ഉള്ളത്. ഇതൊരു വലിയ ചെയിന്, ഇത് രണ്ടാമത്തെ വലിയ ചെയിന്, ഇത് രണ്ടാമത്തെ വലിയ ചെയിന്, ഇത് 2 കുഞ്ഞു ചെയിൻ. അപ്പോൾ 2 വലിയ ചെയിനും 2 സ്മോളർ ചെയിനുമാണ് ഇതിനകത്തുള്ളത്, നമ്മുടെ പെപ്റ്റൈഡ് ചെയിനകത്തുള്ളത്. അപ്പോൾ 2 ഹെവി ചെയിൻസും 2 ലൈറ്റ് ചെയിൻസും നമുക്ക് പറയാം. സോ 2 ഹെവി ചെയിൻസ്, 2 ലൈറ്റ് ചെയിൻസ്, അങ്ങനെ 2 ചെയിൻസാണ് നമ്മുടെ പെപ്റ്റൈഡ് ആൻറ്റിബോഡിക്കിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, H2L2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് IgA ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട് കേട്ടോ. അതാണ് IgA, IgM, IgE, IgG എന്നൊക്കെ പറയുന്നുള്ള ഡിഫറെൻറ്റ് ആൻറ്റിബോഡീസാണ്. ഇവർ അതിനകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇതൊക്കെയാണ് IgA, IgM, IgE, IgG. Because of the antibodies are found in the blood, the response is also called humoral immune response. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് എവിടെയാണ് ഉണ്ടാവുക, ബ്ലഡിനകത്താണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പാത്തജൻ വരുമ്പോൾ അതിന് പർട്ടിക്കുലറായിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി പോയിട്ട് അതിനെന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് എവിടെയാണ് ഉണ്ടാവുക, ബ്ലഡിനകത്താണ് ഉണ്ടാവുക. അതുകൊണ്ട് അതിനെന്ത് പറയുന്നു, ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നു. അപ്പോൾ ഈ നമ്മുടെ ഇതാണ് അക്വയർഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അക്വയർഡ് ഇമ്മ്യൂണിറ്റി അല്ലേ. ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതായത് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഇനി രണ്ടാമത്തെയാണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റിനകത്ത് തന്നെ 2 ഉണ്ട്. ഒന്ന് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ഒന്ന് ആൻറ്റിബോഡി ഇമ്മ്യൂണിറ്റിയും. അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിനെ കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ടി ലിംഫോസൈറ്റ്സ് ആണ് സെൽ ബോഡി ഇമ്മ്യൂണിറ്റിയിൽ ആക്ട് ചെയ്യുന്നുള്ളത്. ബി ലിംഫോസൈറ്റ്സ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്, കാരണം അവർ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ടി ലിംഫോസൈറ്റ്സ് ആണ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുള്ളത്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ഇതിനകത്ത് ആക്ട് ചെയ്യുന്നുള്ളത്. നമ്മുടെ ചില ഓർഗൻസ് ആയിട്ടുള്ള ഹാർട്ട്, ഐ, ലിവർ, കിഡ്നിയൊക്കെ ചില സമയത്ത് എന്താണ്, അവർ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല, ഫെയിൽ ടു ഫങ്ഷൻ അല്ലേ. ചില സമയത്ത് കിഡ്നി ഫെയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ എന്താണ്, ഒരേ ഒരു റെമഡി എന്ന് പറയുന്നത് അവിടെ ട്രാൻസ്പ്ലാന്റേഷനാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ തന്നെ ലിവറിൻ്റെ ട്രാൻസ്പ്ലാന്റേഷൻ, ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെ ഓരോ ഓർഗനായിട്ട് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഡോണറിനെ സെർച്ച് ചെയ്യാൻ തുടങ്ങും അല്ലേ. കറക്റ്റായിട്ടുള്ള ഒരു ഡോണർ നമുക്ക് വേണം. നമുക്ക് ഏതെങ്കിലും ഒരാളുടെ കിഡ്നിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ ഹാർട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അവിടെ നിന്ന് കറക്റ്റായിട്ട് മാച്ചിങ് ആയിട്ടുള്ള എന്ത് വേണം, ഓർഗൻസ് വേണം. സോ an animal grafts from just any source like an animal, another primate or any human beings cannot be made. നമുക്ക് അങ്ങനെ തോന്നുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ടിഷ്യൂ മാച്ചിങ് വരണം, അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് വരണം. ഇതൊക്കെ മാച്ച് ആയെങ്കിൽ മാത്രമേ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
സോ മാച്ചിങ് ആർ എസെൻഷ്യൽ ഫോർ ബിഫോർ അണ്ടർടേക്കിംഗ് എനി ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ എനി ട്രാൻസ്പ്ലാന്റ്. ഏതെങ്കിലും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് വേണം? ഈ ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്യണം, അതുപോലെ തന്നെ ടിഷ്യൂവും മാച്ച് ചെയ്യണം. ഓക്കെ. ദ ബോഡി ഈസ് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് സെൽഫ് ആൻഡ് നോൺ സെൽഫ്. അപ്പം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ്? സെൽഫായിട്ടുള്ള സെൽസ്, നമ്മുടെ ബോഡിക്കകത്തുള്ള സെല്ലിനെയും പുറമേ നിന്ന് വരുന്നുള്ള സെൽസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എബിലിറ്റിയുള്ള സെൽസാണ്, എബിലിറ്റിയുള്ള മെക്കാനിസം നമ്മുടെ ബോഡിക്കകത്തുണ്ട്. അതാണ് ഏത്? സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസിനകത്ത് ഗ്രാഫ്റ്റ് റിജക്ഷൻ വരും. അപ്പോൾ നമ്മുടെ ബോഡിക്ക് സ്യൂട്ടബിൾ അല്ലാത്തത്, അതായത് മാച്ചിങ് അല്ലാത്ത ടിഷ്യൂസ് വന്നാൽ എന്ത് ചെയ്യും? ഈ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യും? അതിനെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഏത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയും. ഇനിയാണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും. സോ വെൻ എ ഹോസ്റ്റ് ഈസ് എക്സ്പോസ് ടു ആൻറ്റിജൻ, ഒരു ആൻറ്റിജനായിട്ട് ഒരു ഹോസ്റ്റ് ഇപ്പോൾ നമ്മൾ തന്നെ ഒരു മൈക്രോ ഓർഗാനിസായിട്ട് എക്സ്പോസ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യും? ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആൻറ്റിജനായിട്ട് നമുക്ക് എക്സ്പോഷർ വരികയാണ്, അതിൻ്റെ പർട്ടിക്കുലർ ആൻറ്റിബോഡി നമ്മുടെ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്ലോ ആണ്. അതിൻ്റെ ഫുൾ എഫക്റ്റീവ് കിട്ടണമെങ്കിൽ അതുപോലെ സ്ലോ ആയിട്ടാണ് നടക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ആൻറ്റിജൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ ബോഡിക്കകത്ത് കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യണം. ആ ആൻറ്റിബോഡീസ് 1-2 പ്രൊഡ്യൂസ് ചെയ്യാൻ മതിയില്ലല്ലോ, അത് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യണം. അങ്ങനെ ഒരുപാട് സ്റ്റെപ്പ് അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലോ ആയിട്ടുള്ള ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. So, injecting the microbes deliberately during immunization or infectious organism gaining access into body during natural infection induce active immunity. അപ്പോൾ നമ്മളൊരു മൈക്രോ ഓർഗാനിസത്തിനെ ഇമ്മ്യൂണൈസേഷൻ്റെ ടൈമിൽ നമ്മുടെ ബോഡിക്കകത്ത് ഇഞ്ചെക്ട് ചെയ്താലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി, നമ്മുടെ നാച്ചുറൽ വഴി ഏതാണ്, നമ്മുടെ ബോഡിക്കകത്ത് ഈ മൈക്രോ ഓർഗാനിസം എത്തിയാലോ നമ്മുടെ ബോഡിക്കകത്ത് എന്ത് സംഭവിക്കും? ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി നടക്കും അല്ലേ? എങ്ങനെയോ ഏതോ ഒരു വഴി ഈ ആൻറ്റിജൻ കയറുന്നു നമ്മുടെ ബോഡിക്കകത്ത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലായി നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിക്കകത്ത് എന്ത് സംഭവിക്കും? ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അവിടെ വർക്ക് ചെയ്യും. ഇനി ഇതല്ല നമ്മൾ എന്താണ് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡി നമ്മുടെ ബോഡിക്കകത്ത് കൊടുക്കുകയാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി ഏതെങ്കിലും ഒരു ആൻറ്റിജൻ്റെ അറ്റാക്ക് വരുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് നമ്മൾ പറയും? പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കാറില്ലേ? അതുപോലെ അതിനെയാണ് നമ്മൾ എന്താ പറയുക? പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. നമ്മൾ ഇമ്മ്യൂണൈസേഷൻ വഴി, വാക്സിനേഷൻ വഴിയൊക്കെ നമ്മൾ എന്തെടുക്കാറുണ്ട്? ആൻറ്റിബോഡീസിനെ നമ്മുടെ ബോഡിക്കകത്ത് കയറ്റാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. ഇനി എന്താണ്? ഒരു ന്യൂ ബേബി ഇൻഫൻറ്റിൻ്റെ മദറിൻ്റെ മിൽക്ക് അല്ലേ, ഫസ്റ്റ് വരുന്നുള്ള ആ മിൽക്ക് യെല്ലോയിഷ് ഫ്ലൂയിഡായിട്ടുള്ള കൊളസ്ട്രം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്രേറ്റഡ് ബൈ മദർ ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. ഫസ്റ്റ് വരുന്നുള്ള ഒരു 2-3 ദിവസത്തെ മിൽക്കിനകത്ത് എന്താണ്? ഒരു യെല്ലോയിഷ് ഫ്ലൂയിഡാണ് ഉണ്ടാവുക. അതിനകത്ത് എന്തായിരിക്കും? ആൻറ്റിബോഡീസ് IgA എന്ന് പറയുന്നുള്ള ആൻറ്റിബോഡീസ് ഒരുപാടുണ്ട്. അത് ആ ഇൻഫൻറ്റിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നുള്ള ആൻറ്റിബോഡീസാണ്. അതുപോലെ തന്നെ ഈ ആൻറ്റിബോഡീസ് നമ്മുടെ ഇൻഫൻസിന് മറ്റ് ആൻറ്റിബോഡീസ് എങ്ങനെ കിട്ടും? ഇത് എന്താണ്? ഡെലിവറി ടൈമിൽ നമ്മൾ ബേബീസ് എങ്ങനെയാണ് വരുന്നുള്ളത്? ഇൻഫൻസ് എങ്ങനെയാണ് വരുന്നുള്ളത്? പ്ലാസൻ്റ ത്രൂ ദ പ്ലാസൻ്റയാണല്ലോ അവർ പുറത്തോട്ട് വരുന്നുള്ളത്, വജേനയിൽ കൂടി. അപ്പോൾ ആ പ്ലാസൻ്റയിൽ നിന്നും നമ്മുടെ എന്താണ് ബേബീസിന് കുറച്ച് ആൻറ്റിബോഡീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ബോഡിക്കകത്ത് ഒരു ആൻറ്റിജൻ വന്നിട്ട് അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി കൊടുക്കുകയാണെങ്കിൽ, അത് ആൻറ്റിബോഡി നമ്മുടെ ബോഡിയിൽ തന്നെ സിന്തസൈസ് ചെയ്യുകയാണെങ്കിൽ അത് ആക്റ്റീവ്. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയോ അല്ലാണ്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് പാസീവ് ഇമ്മ്യൂണിറ്റി. അതാണ് നമ്മൾ പറഞ്ഞ കൊളസ്ട്രം എന്ന് പറഞ്ഞാൽ മദർ ആ ഇൻഫൻറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ആൻറ്റിബോഡീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ പ്ലാസൻ്റയിലൂടെ കുറച്ച് ഇമ്മ്യൂണിറ്റി ആൻറ്റിബോഡീസിന് നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഏത് ടൈപ്പാണ്? പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയും പാസീവ് ഇമ്മ്യൂണിറ്റിയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് ആണ് വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. ഇപ്പോൾ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫസ്റ്റ് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്തുണ്ടാവില്ല? ഒരു പാത്തോജനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സെക്കൻഡ് ടൈം വരുമ്പോൾ ഇവിടെ എന്താണ്? മെമ്മറി സെൽസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ നമ്മൾ ചെയ്യുന്നുള്ളത് അതേപോലെ തന്നെയാണ്. നമ്മുടെ ഒരു പാത്തജൻ, ഇപ്പോൾ കോവിഡിൻ്റെ ടൈമിലൊക്കെ നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോവിഡ് കോസ് ചെയ്യുന്നുള്ള ആ ഓർഗാനിസം, ആ വൈറസ് അല്ലെങ്കിൽ ആ പാത്തജനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അതിൻ്റെ വീക്കൻഡ് പാത്തജനെ അല്ലെങ്കിൽ നമ്മൾ ഇനാക്ടിവേറ്റ് ചെയ്ത പാത്തജനെയാണ് നമ്മൾ ഈ വാക്സിൻ്റെ രൂപത്തിൽ നമ്മുടെ ബോഡിക്കകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ എന്താണ്? ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഇന്ന ഡിസീസ് സ്പ്രെഡ് ചെയ്ത് നടക്കുകയാണ്.
സ്പ്രെഡ് ചെയ്യാണ്. ആ സമയത്ത് നമ്മൾ ഈ വാക്സിൻ എടുക്കുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡിക്കകത്തേക്ക് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള പാത്തജൻ വന്നു. ഇനാക്ടിവേറ്റഡ് ആയാലും ആക്ടിവേറ്റഡ് ആയാലും നമ്മുടെ ബോഡിക്ക് അത് എന്താണ്, ഒരു ഫോറിൻ ഏജൻ്റാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിനെതിരായിട്ട് അവർ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആൻറ്റിബോഡീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും ശരിക്കുള്ള ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പാത്തജൻ വരുന്നുള്ളത്. അപ്പോൾ അവർക്ക് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പാത്തജൻ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് ഇന്ന ആളാണെന്ന്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. അതാണ് ഈ ഇമ്മ്യൂണൈസേഷൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിജൻസിനെയാണ് അല്ലെങ്കിൽ പാത്തജൻസിനെയാണ് നമ്മുടെ ബോഡിക്കകത്തേക്ക് കൊടുക്കുന്നുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ വാക്സിൻസ് ഒന്നെങ്കിൽ ഈ വാക്സിൻസ് മെമ്മറി കൂടി ക്രിയേറ്റ് ചെയ്യും, മെമ്മറി സെൽസ് കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു വർഷം ഈ നമുക്ക് ഒരു 5-10 വർഷം കഴിഞ്ഞിട്ടും സെയിം ഡിസീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചിക്കൻ ബോക്സ് ഒരു വർഷത്തിൽ നല്ല നമുക്ക് അങ്ങനെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം വരുമെന്ന് പറയുന്നില്ലേ, അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവിടെ മെമ്മറി സെൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഇമ്മ്യൂണൈസേഷനും ചിലപ്പോഴെന്തുണ്ടാക്കും, മെമ്മറി സെൽസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ മെമ്മറി സെൽസ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ ഇതുപോലുള്ള എന്താണ് ഓർഗാനിസം പിന്നീട് സെക്കൻഡ് ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഓർഗാനിസത്തിൽ പെട്ടെന്ന് അതിന് ക്വിക്ക്ലി ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, ആൻഡ് ഈവൻ ഇൻ സ്നേക്ക് ബൈറ്റ്സ് അല്ലെ, എന്താണ് പാമ്പിൻ്റെ കടിയേറ്റാൽ സ്നേക്ക് ബൈറ്റ്സിൽ എന്താണ്, ദ ഇഞ്ചക്ഷൻ വിച്ച് ഈസ് ഗിവൺ ടു ദ പേഷ്യൻസ് കണ്ടെയ്ൻസ് പെർഫോംഡ് ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് ദ സ്നേക്ക് വെനം. സ്നേക്ക് വെനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസാണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അതും നമ്മൾ പറയും പാസീവ് ഇമ്മ്യൂണൈസേഷൻ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതെന്താണ്, പാസീവ് ഇമ്മ്യൂണൈസേഷനാണ് സ്നേക്ക് ബൈറ്റ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ റീകംബിനൻറ്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം, ആൻറ്റിജനിക് പോളിപെപ്റ്റൈഡ്സ് ഓഫ് പാത്തജൻസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ആൻറ്റിജനിക് പോളിപെപ്റ്റൈഡ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് നമ്മൾ വാക്സിൻസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷനൊക്കെ കുറിച്ച് പറയാനുള്ളത്. ഇനി അലർജീൻ്റെ കേസിൽ പറയുമ്പോൾ അലർജി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് എന്താണ്, ചില സമയത്ത് തുമ്മൽ അല്ലേ, അതിൻ്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ അലർജി വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലതരത്തിൽ നമുക്ക് ഡസ്റ്റ് അലർജി ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ എന്താണ് തണുപ്പ് സ്ഥലങ്ങളിൽ പോയാൽ പെട്ടെന്ന് അലർജിക്കാവുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പോളൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പെട്ടെന്ന് അലർജി ആവാനുള്ള സാധ്യത ചിലവർക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സാഗറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൈൻ ആൻറ്റിജൻസ്. നമ്മുടെ എൻവയോൺമെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള ആൻറ്റിജൻസിന് നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുന്നുള്ള ഒരു ടൈപ്പ് ഓഫ് റെസ്പോൺസാണ് ഇത്, ഇമ്മ്യൂൺ സിസ്റ്റം കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് റെസ്പോൺസാണ് ഇത് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസാണ് നമുക്ക് അലർജി കോസ് ചെയ്തത് അവരെ നമ്മൾ എന്ത് പറയും, അലർജൻ എന്ന് പറയും. അപ്പോൾ ഈ അലർജിക്കെതിരായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ആൻറ്റിബോഡിയാണ് IgE എന്ന് പറയുന്നത്, IgE. സോ ആനിമൽ ഡാൻഡർ, പോളൻസ്, ഡസ്റ്റ് ഇതൊക്കെ എന്ത് കോസ് ചെയ്യാറുണ്ട്, അലർജീസ് കോസ് ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് എന്താണ്, നമ്മുടെ കണ്ണുകളിൽ നിന്നും വെള്ളം വരിക, റണ്ണിങ് നോസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, സ്നീസിങ്, ഇതൊക്കെയാണ് അലർജീൻ്റെ സിംറ്റംസ് ആയിട്ട് വരാറുള്ളത്. പിന്നെ അലർജീൻ്റെ ടൈമിൽ നമ്മുടെ ബോഡിക്കകത്ത് രണ്ട് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്, കുറച്ച് കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ഹിസ്റ്റമിനും സെറോട്ടോണിനും. ഓക്കെ, അപ്പോൾ എന്താണ്, ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ പോലുള്ള കെമിക്കൽസ് നമ്മുടെ ബോഡിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വാട്ടറി ഐസ്, അതുപോലെ തന്നെ എന്താണ്, റണ്ണിങ് നോസ്, ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ്, സ്നീസിങ് ഒക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നുള്ളത്. സോ ഫോർ ഡിറ്റർമൈനിങ് ദ കോസ് ഓഫ് അലർജി, നമുക്ക് അലർജീൻ്റെ കോസ് എന്താണ് കണ്ടുപിടിക്കണമെങ്കിൽ ദ പേഷ്യൻ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ഓർ ഇൻജക്റ്റഡ് വിത്ത് വെരി സ്മോൾ ഡോസസ് ഓഫ് പോസിബിൾ അലർജൻ. നമ്മളെന്ത് ചെയ്യും, ഏത് ആണോ പോസിബിൾ ആയിട്ടുള്ള അലർജൻ അതിനെ വെച്ച് നമ്മുടെ പേഷ്യൻറ്റിനെ ഇൻജക്റ്റ് ചെയ്യും, എന്നിട്ട് അവിടെ ഉണ്ടാകുന്നുള്ള റിയാക്ഷൻ പഠിക്കും. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഹിസ്റ്റമിനും സെറോട്ടോണിനും ഒക്കെയാണ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഹിസ്റ്റമിനും അഡ്രനാലിൻ അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സ് ഒക്കെയാണ് ഇവിടെ നമ്മുടെ അലർജി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ ഇത്രയാണ് അലർജീനെ കുറിച്ച് പറയാനുള്ളത്. ആൻറ്റിബോഡി ഓർത്തൊക്കെ IgE ആണ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ചില സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മെക്കാനിസം ഉണ്ട്. എന്താണ്, നമ്മുടെ സെൽസിനെയും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ അല്ലാത്ത സെൽസിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് മെക്കാനിസം ഉണ്ട്. പക്ഷേ ചില സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് നമ്മുടെ തന്നെ സെൽസിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാണ്ടാവും. നമ്മുടെ തന്നെ സെൽസിന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ലാണ്ടാവും.
ചിലപ്പോൾ അത് ജനറ്റിക് റീസൺസ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അൺനോൺ റീസൺസ് ആവാം. അങ്ങനെ നമ്മുടെ തന്നെ സെൽസിനെ, എല്ലാ സെൽസിനെയും അല്ല കേട്ടോ, ചില സെൽസിനെ പോയിട്ട് ഇവർ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യും. ദേ അറ്റാക്സ് ദ സെൽഫ് സെൽസ്. അതിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയാം, ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പോൾ എന്താവും, നമ്മുടെ തന്നെ സ്വന്തം സെൽസിനെ പോയി ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടാകുന്നു. അതിനൊരു എക്സാമ്പിളാണ് റിമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. വിച്ച് എഫക്റ്റ് മെനി പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ഈസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. റിമറ്റോയിഡൊക്കെ ഒരുപാട് പേര് സഫർ ചെയ്യുന്നുള്ള ഒരു ഡിസീസാണ് അല്ലേ. അതെന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ബോഡി തന്നെ നമ്മുടെ തന്നെ സെല്ലിനെ അറ്റാക്ക് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഇമ്മ്യൂൺ സിസ്റ്റം ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിക്കകത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനൊക്കെ വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ആൻറ്റിബോഡീസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സെൽസ്, ടി ലിംഫോസൈറ്റ്സ്, മാക്രോഫേജസ്, മോണോസൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സെൽസ്, അതുപോലെ തന്നെ ഒരുപാട് ടിഷ്യൂസ്, ലിംഫോയിഡ് ഓർഗൻസ് ഒക്കെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെന്താണ്, ഫോറിൻ ആൻറ്റിജൻസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനുള്ള റെസ്പോൺസ് കൊടുക്കുകയാണ് ആരുടെ പണി എന്ന് പറയുന്നത്, ഈ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നവരുടെ പണി. അപ്പോൾ ഇവരുടെ ഇമ്പോർട്ടൻറ്റ് റോൾ ഏതിനൊക്കെയാണ് വരുന്നുള്ളത്, അലർജിക് റിയാക്ഷൻസിൽ വരുന്നുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനകത്ത് വരുന്നുണ്ട്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനകത്ത് വരുന്നുണ്ട്. ഇവിടെയൊക്കെയാണ് ഇമ്മ്യൂൺ സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. ഇനി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ലിംഫോയിഡ് ഓർഗനകത്ത് വരുന്നുള്ളത്, ഒന്ന് ബോൺ മാരോയും പിന്നെ തൈമസുമാണ്. ബോൺ മാരോയും അതുപോലെ തന്നെ തൈമസുമാണ്. സോ എന്താണ്, ബോൺ മാരോയും തൈമസും ആണ് മെയിനായിട്ടുള്ള ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഓർഗൻസ് വേർ ഒറിജിൻ ഓർ മെച്ചുറേഷൻ ആൻഡ് പ്രോലിഫറേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ് ഒക്കർ. ലിംഫോസൈറ്റ്സിൻ്റെ മെച്ചുറേഷനും കാര്യങ്ങളും നടക്കുന്നത്, ഒറിജിനും നടക്കുന്നത് ഈ ബോൺ മാരോയിലോ അല്ലെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസിലാണ്. ആൻഡ് തൈമസ് എന്ന് പറയുമ്പോൾ വേർ ദ ഇമ്മച്വർ ലിംഫോസൈറ്റ് ഡിഫറൻഷിയേറ്റ് ഇൻ ടു ആൻറ്റിജൻ സെൻസിറ്റീവ് ലിംഫോസൈറ്റ്സ്. ഇമ്മച്വർ ആയിട്ടുള്ള ലിംഫോസൈറ്റ്സ് മെച്ചുവറായിട്ട് മാറുന്നുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. അങ്ങനെ മെച്ചുവറായിട്ടുള്ള ലിംഫോസൈറ്റ്സ് എങ്ങോട്ടേക്ക് പോകും, ലിംഫോയിഡ് ഓർഗൻസ് ആയിട്ടുള്ള സ്പ്ലീൻ, അതുപോലെ തന്നെ നോഡ്സ്, ടോൺസിൽസ്, പേസ്, പാച്ചസ്, അവിടെ അപ്പൻഡിക്സ്, ഇങ്ങോട്ടൊക്കെ ആര് പോകും, ഈ ലിംഫോസൈറ്റ്സ് പോകും. മെച്ചുവേർഡ് ലിംഫോസൈറ്റ്സ് എങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യും, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് കേട്ടോ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് നമ്മൾ പറഞ്ഞ ബോൺ മാരോയും അതുപോലെ തന്നെ തൈമസും. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, ടോൺസിൽസ്, പേസ്, പാച്ചസ്, അതുപോലെ തന്നെ അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഓർഗൻസ്. ഇവിടെ വെച്ചിട്ട് നമ്മുടെ ലിംഫോസൈറ്റ്സ് ആൻറ്റിജനായിട്ട് മീറ്റ് ചെയ്യും, അവിടെ ഇൻട്രാക്ട് ചെയ്യും, എന്നിട്ട് അതെന്താവും, എഫക്റ്റർ സെൽസ് ആയിട്ട് മാറും. ഓക്കെ, സോ ഈ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ചിട്ടാണ് ആൻറ്റിജൻസായിട്ട് നമ്മുടെ ലിംഫോസൈറ്റ്സ് മീറ്റ് ചെയ്യുന്നുള്ളത്, എന്നിട്ട് അവിടെ അവർ എഫക്റ്റർ സെൽസ് ആയിട്ട് മാറും. Bone marrow is the main lymphoid organ where all blood cells including lymphocytes are produced. നമ്മൾ ബ്ലഡ് സെൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് ബോൺ മാരോയിൽ നിന്നാണ്. ഈ തൈമസിൽ നിന്ന് വെച്ചിട്ടാണ് ചിലതിൻ്റെ മെച്ചുറേഷൻ നടക്കുന്നത്. ഈ തൈമസ് എവിടെയാണുള്ളത്, തൈമസ് ഇസ് എ ഗ്ലോബ്ഡ് ഓർഗൻ ലൊക്കേറ്റഡ് നിയർ ദ ഹേർട്ട്, ഓക്കെ, ബെനീത്ത് ദ ബ്രസ്റ്റ് ബോൺ. അപ്പോൾ നിയർ ദ ഇവിടെ തൈമസിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തൈമസ് ഈസ് ക്വൈറ്റ് ലാർജ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ബർത്തിൻ്റെ ടൈമിൽ ഈ തൈമസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, പക്ഷെ അത് പിന്നീട് അതിൻ്റെ ഏജ് എന്താണ്, നമ്മളൊരു പ്യൂബർട്ടി എത്തുമ്പോൾ ഈ തൈമസിൻ്റെ സൈസ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ സ്പ്ലീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ലാർജ് ബീൻ ഷേപ്പ്ഡ് ഓർഗനാണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ട്, ലിംഫോസൈറ്റ്സും ഫാഗോസൈറ്റ്സും ഉണ്ട്. അത് നമ്മുടെ ബോഡിയുടെ ഫിൽറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നുള്ളത്. ബ്ലഡിൻ്റെ ഫിൽറ്ററായിട്ട്, ബോഡീൻ്റെ അല്ല, ഫിൽറ്റർ ഓഫ് ദ ബ്ലഡ് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ബ്ലഡിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പാത്തജൻസിനൊക്കെ ഇവർ ട്രാപ്പ് ചെയ്തിട്ട് അവർ കില്ല് ചെയ്യാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്പ്ലീൻ എന്ന് പറയുന്നത് എരിത്രോസൈറ്റ്സിൻ്റെ, RBCസിൻ്റെ ഒരു റിസർവോയർ കൂടിയാണ്. The lymph nodes are small solid structures located at different points of the lymphatic system. അപ്പോൾ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ പല പോയിൻറ്റ്സിലായിട്ട് ഒക്കറിയുന്നുള്ള ഒരു സോളിഡ് സ്ട്രക്ചറാണ് ഇത് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഈ ലിംഫ് നോഡ്സും എന്താ പറയുക, മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ആൻറ്റിജൻസിനെ ട്രാപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ആൻറ്റിജൻസ് ട്രാപ്പ്ഡ് ഇൻ ദ ലിംഫ് നോഡ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ആക്ടിവേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ്. അപ്പോൾ ആൻറ്റിജൻസ് നമ്മുടെ ലിംഫ് നോഡ്സിനകത്ത് ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിംഫോസൈറ്റ്സ് ആക്ടിവേറ്റ് ചെയ്യും, എന്നിട്ട് അവർ ഇമ്മ്യൂൺ റെസ്പോൺസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി ദ ലിംഫോയിഡ് ടിഷ്യൂ ഓൾസോ ലൊക്കേറ്റഡ് വിത്തിൻ ദ ലൈനിങ് ഓഫ് ദ മേജർ ട്രാക്ട്സ്. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, യൂറോജനേറ്റൽ ട്രാക്ട്, ഇവിടെയൊക്കെ ആര് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ അഥവാ മാൾട്ട് എന്ന് പറയുന്നത്. ലിക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ അഥവാ മാൾട്ട് എന്ന് പറയുന്നത്.
ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 50% ഓഫ് ദ ലിംഫോയിഡ് ടിഷ്യൂ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിക്കകത്തുള്ള 50% ലിംഫോയിഡ് ടിഷ്യൂ ഏതാണ്? ഈ പറയുന്ന മാൾട്ടാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ആണ് എയ്ഡ്സ്. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് നമ്മൾ എയ്ഡ്സിൻ്റെ ഫുൾ ഫോം. ഓക്കെ. ഈ എയ്ഡ്സ് കോസ് ചെയ്യുന്നുള്ളത് ആരാണ്? HIV വൈറസാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസാണ് HIV വൈറസ് എന്ന് പറയുന്നത്. സോ ദിസ് മീൻസ് ഡെഫിഷ്യൻസി ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ആണിത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം നമ്മുടെ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ആയിരിക്കും. ഡെഫിഷ്യൻസി ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇതിനെ കൊണ്ട് നടക്കുന്നുള്ളത്. എയ്ഡ്സ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 1981 ആൻഡ് ഇൻ ദ ലാസ്റ്റ് 25 ഇയർ ഓർ സോ ഒരുപാട് സ്ഥലങ്ങളിൽ 25 മില്യൺ പേഴ്സൺസിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എയ്ഡ്സ് ആരാണ് കോസ് ചെയ്യുന്നുള്ളത്? HIV വൈറസാണ്. HIV വൈറസ് എന്ന് പറഞ്ഞാൽ റിട്രോ വൈറസിനകത്തുള്ള ഒരു മെമ്പറാണ്. വിച്ച് ഹാവ് ആൻ എൻവലപ്പ് എൻക്ലോസിങ് ദ RNA ജീനോം. ട്രാൻസ്മിഷൻ ഓഫ് HIV ഇൻഫെക്ഷൻ ജനറലി ഒക്കേഴ്സ്. എങ്ങനെയാണ് ഈ HIV ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ, അല്ലെങ്കിൽ എന്താണ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സോ നീഡിൽസോ ഷെയർ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ മദറിൽ നിന്ന് ബേബീസിലോട്ട്. ഓക്കെ. അപ്പോൾ ഈ വഴിയിലൊക്കെയാണ് ഈ എയ്ഡ്സ് എന്താണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത്. സോ പീപ്പിൾ ഹു ആർ അറ്റ് ഹൈ റിസ്ക് ഓഫ് ഗെറ്റിംഗ് ദിസ് ഇൻഫെക്ഷൻ ഇൻക്ലൂഡ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും ഇതിന് എന്താണ് സസെപ്റ്റിബിലിറ്റി ഉണ്ടാവുക? അതായത് ആർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ളത്? മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് സെക്സ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഡ്രഗ് അഡിക്ട്സ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഇൻട്രാവീനസ്ലി ഡ്രഗ്സ് എടുക്കുന്നവർക്ക്, അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഒരു HIV ഇൻഫെക്റ്റഡ് മദറിൽ നിന്ന് വരുന്ന പ്രസവിച്ച് വരുന്ന കുട്ടിക്ക് അല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും ഈ HIV റിസ്ക് കൂടാനുള്ള സാധ്യത. റിസ്ക് എന്നല്ല, HIV അസുഖം കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഒരു മിയർ ടച്ചോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയോ ഈ HIV ഒരിക്കലും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. എപ്പോഴും ബോഡി ഫ്ലൂയിഡ്സിൽ മാത്രമേ വരുള്ളൂ ഈ എയ്ഡ്സ് എന്ന് പറയുന്ന അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരികയുള്ളൂ. അതായത് നമ്മൾ HIV ബാധിതരായ ആൾക്കാർ ഒരിക്കലും നമ്മുടെ ഫാമിലിയിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ എന്ത് ചെയ്യാൻ പാടില്ല? സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാൻ പാടില്ല, ഐസൊലേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് അതിന് സിംറ്റംസ് കാണണമെങ്കിൽ അവിടെ എന്ന് പറയുന്നത് ഒരു നല്ല ടൈം ലാഗ് ഉണ്ട്. ഒന്നെങ്കിൽ കുറച്ച് മാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളോളം ഇതിൻ്റെ സിംറ്റംസ് വളർന്നു വരാൻ സമയമെടുക്കും. അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ. നമ്മുടെ ബോഡിക്കകത്തേക്ക് ഈ പറഞ്ഞിരിക്കുന്ന വൈറസ് കയറിയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ഇവിടെ പോകും, മാക്രോഫേജസിലേക്ക് പോവും. എന്നിട്ട് അത് അവിടുന്ന് റെപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് വൈറൽ DNA ഉണ്ടാക്കും. എന്തിൻ്റെ സഹായത്തോടു കൂടി? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിൻ്റെ സഹായത്തോടു കൂടി വൈറൽ DNA ഉണ്ടാവും. എന്നിട്ട് എന്താണ്? this viral DNA gets incorporated into the host cells DNA. അത് എന്നിട്ട് നമ്മുടെ സെൽസിൻ്റെ ഹോസ്റ്റ് സെൽസിൻ്റെ DNA ഇൻകോപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും? ഇൻഫെക്റ്റഡ് സെൽസിന് വൈറസ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ മാക്രോഫേജ് എന്ത് ചെയ്യും? ഈ വൈറസിന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. HIV ഫാക്ടറി പോലെ. അതുപോലെ തന്നെ ഇവർ പിന്നീട് വേറെ ആരിലേക്ക് പോവും? ഹെൽപ്പർ T ലിംഫോസൈറ്റ്സിലേക്ക് പോവും. എന്നിട്ട് അവിടെ അത് റെപ്ലിക്കേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പ്രോജനി വൈറസ് റിലീസ് ചെയ്തിരിക്കുന്നു, നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്തിരിക്കുന്നു. അത് T ലിംഫോസൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യും. പിന്നെ അതെന്താണ്? നമ്മുടെ T ലിംഫോസൈറ്റ്സിൻ്റെ നമ്പർ കുറക്കും. അപ്പോൾ നമ്മളവിടെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാക്രോഫേജിനെ എഫക്റ്റ് ചെയ്തു, T ലിംഫോസൈറ്റ്സിനെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഈ സമയത്തൊക്കെ എന്ത് സംഭവിച്ചു? നമുക്ക് ചില സിംറ്റംസ് കണ്ടുപിടിച്ച് തരാൻ തുടങ്ങി. ഫീവർ, വെയിറ്റ് ലോസ്, ഡയറിയ എന്ന് പറയുന്നുള്ള ചില സിംറ്റംസ് വന്നു തുടങ്ങി. ഇനി ഇങ്ങനെ നമ്പർ ഓഫ് T ലിംഫോസൈറ്റ്സ് കുറഞ്ഞുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ബോഡി ഇമ്മ്യൂണോ ഡെഫിഷ്യൻ്റ് ആയിക്കൊണ്ട് വരികയാണ്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസ് നമുക്ക് കോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷനായ മൈക്കോബാക്ടീരിയം, അല്ലെങ്കിൽ മറ്റ് വൈറസിൻ്റെയോ ഫംഗസിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള ഡിസീസ് ഇവിടെ കോസ് ചെയ്യാൻ തുടങ്ങി. ഇനി ഈ നമ്മുടെ എയ്ഡ്സ് എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് ഡയഗ്നോസിസ് ചെയ്യുക? അതിനുള്ള ടെക്നിക്കാണ് എലിസ അല്ലെങ്കിൽ എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻറ്റ് അസ്സേ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എയ്ഡ്സിനെതിരെ നമുക്ക് കംപ്ലീറ്റ്ലി അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. പിന്നെ എന്ത് യൂസ് ചെയ്യാം? ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് ഒരു പാർഷ്യലി എഫക്റ്റീവാണ്. പാർഷ്യലി നമുക്കത് കഴിച്ചിട്ട് അതിനെ എഫക്റ്റീവ് ആവാൻ സാധിക്കും. പക്ഷേ ഡെത്തൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇത് നമുക്ക് നമ്മുടെ കൺട്രോളിലല്ല, കുറച്ചൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് അത് കുറക്കാൻ സാധിക്കും, അത്രയേ ഉള്ളൂ.
അപ്പോൾ അത്രയാണ് എൻസൈം ലിങ്ക്ഡ് എയ്ഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈ എയ്ഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ബോഡീനെ ബാധിക്കും, അതുപോലെ തന്നെ അത് ട്രീറ്റ് ചെയ്യാനും പറ്റില്ല, അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ്, ആസ് എയ്ഡ്സ് ഹാസ് നോ ക്യൂർ, നല്ലൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട്, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രിവെൻറ്റ് ചെയ്യണം, അല്ലേ? പ്രിവെൻറ്റ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ രീതിയിലാണത് സ്പ്രെഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഓഫ് കോഴ്സ് ഇൻഫെക്ഷൻ ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പേഷ്യൻസ്, അത് നമ്മുടെ കയ്യിലല്ല, നമ്മുടെ ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ വരുന്നുള്ള മിസ്റ്റേക്ക് മൂലം മാത്രമേ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി എയ്ഡ്സ് കിട്ടാറുള്ളൂ. പക്ഷെ അതും ഹോസ്പിറ്റൽസിൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ്, ന്യൂ ബോൺസിൻ്റെ കേസിൽ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദ ഓൺലി എക്സ്ക്യൂസ് മേ ബി ഇഗ്നോറൻസ് ആൻഡ് ഇറ്റ് ഹാസ് ബീൻ rightly said, don't die of ignorance. In our country നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് NGOs ഉണ്ട്. അവരൊക്കെ എന്താണ് ഈ എയ്ഡ്സിനെ കുറിച്ച് ഇങ്ങനെ പീപ്പിൾസിന് അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളത്, ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷൻ, അതായത് അവയർനെസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ WHO ഹാസ് സ്റ്റാർട്ടഡ് എ നമ്പർ ഓഫ് പ്രോഗ്രാംസ് ടു പ്രിവെൻറ്റ് ദിസ് ഇൻഫെക്ഷൻ. അപ്പോൾ WHO എന്ന് പറയുന്ന നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരുപാട് പ്രോഗ്രാംസ് എന്താണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ HIV ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള നീഡിൽസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സിറിഞ്ചസും കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ക്ലിനിക്സിലൊക്കെ ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോണ്ടംസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കോണ്ടംസ് വെച്ചിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഡ്രഗ് അബ്യൂസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റിംഗ് സേഫ് സെക്സിനെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഗുലർ ചെക്കപ്സ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്റ്റെപ്സ് ഇതിൻ്റെ പിറകിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ വിത്ത് HIV or having AIDS is something should not be hidden. നമ്മളതൊരിക്കലും ഒളിച്ചു വെക്കേണ്ട കാര്യമല്ല. സിൻസ് ദെൻ ദ ഇൻഫെക്ഷൻ മേ സ്പ്രെഡ് ടു മെനി മോർ പീപ്പിൾ. നമ്മളങ്ങനെ ഒളിച്ചു വെക്കുകയാണെങ്കിലാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാരിലേക്കും എത്തുന്നത്. സോ need help. The HIV infected people need help, not sympathy instead of being shunned by the society. അവരെ മാറ്റി നിർത്തുന്നതിലും ഭേദം നമുക്ക് എന്താണ്, അവർക്ക് ഹെൽപ്പാണ് നമുക്ക് ചെയ്യാതെ നടക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ എയ്ഡ്സ്. നെക്സ്റ്റ് ഡിസീസാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ക്യാൻസറിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് വേണം എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാത്തജൻ്റെ കേസിലോ അങ്ങനെയൊന്നും കിട്ടുന്ന ഒരു ഡിസീസല്ല എന്തെന്ന് പറയുന്നത്, ക്യാൻസർ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്, ഒരുപാട് ആൾക്കാർ ക്യാൻസർ വെച്ചിട്ട് മരിച്ചു പോകുന്നുണ്ട് ഓരോ വർഷങ്ങൾ, ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓരോരു പാർട്ടിനെയാണ് ബാധിക്കുന്നത്, അല്ലേ? ചിലവർക്ക് ഓരോ ടൈപ്പ് ഓഫ് ക്യാൻസറാണ് ഓരോരോ ആൾക്കാരെയും ബാധിക്കുന്നുള്ളത്. ഇറ്റ്സ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഹാവ് ബീൻ സം ഓഫ് ദ മോസ്റ്റ് ഇൻറ്റൻസ് ഏരിയാസ് ഓഫ് റിസർച്ച് ഇൻ ബയോളജി ആൻഡ് മെഡിസിൻ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സിനും മെഡിസിൻസിനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ ബോഡിക്കകത്ത് സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലേ? സെൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ, നമുക്ക് ഓരോ ഓർഗൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അവിടെ സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൽ റിപ്പയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൽ ഗ്രോത്തും ഡിഫറൻഷ്യേഷനും ഹൈലി കൺട്രോൾഡ് ആണ്, അതുപോലെ തന്നെ റെഗുലേറ്റഡ് ആണ്. പക്ഷേ എവിടെയോ ഇടയ്ക്ക് ആ റെഗുലേറ്ററി സിസ്റ്റം വർക്ക് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഈ സെൽസ് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നുള്ളത്, മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ അവിടെ എന്താണ്, ഈ റെഗുലേറ്ററി മെക്കാനിസം ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അത്തരത്തിലുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാൻസർ സെൽസ് എന്ന് പറയാം. അതായത് നോർമലി എന്ന് പറയുമ്പോൾ ഈ ഒരു സെല്ലിന് നമ്മൾ അടുത്തൊരു സെല്ലുണ്ട് എന്നൊരു റെക്കഗ്നീഷൻ ഉണ്ട്, അവർക്ക് എന്താണ് അടുത്തൊരു സെല്ലുണ്ട്, അപ്പോൾ ഇവർ മൾട്ടിപ്ലൈ ചെയ്യില്ല. അങ്ങനെ അടുത്തൊരു സെല്ലുണ്ട് എന്ന തോന്നൽ ഇവർക്ക് മറന്നു പോകുന്നു. നോർമൽ സെൽസ് ഷോ എ പ്രോപ്പർട്ടി കോൾഡ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. അതായത് എന്താണ്, തൊട്ടടുത്തുള്ള സെല്ലുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇതിനെന്ത് ഇൻഹിബിറ്റ് ചെയ്യും, അതിൻ്റെ ഡിവിഷനെ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷെ ഇവർക്ക് അടുത്തൊരു സെല്ലുണ്ട് എന്ന് മനസ്സിലാവാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യും, ഇവരിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത സെല്ലുള്ളത് അവരറിയുന്നില്ല. അതാണ് അൺകൺട്രോൾഡ് ഗ്രോത്ത് എന്ന് പറയുന്നത്. Okay, so cancer is just continue to divide, giving rise to masses of cells called tumors. അങ്ങനെയാണ് ഈ ട്യൂമേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ സെല്ലിന് എന്താണ്, കോണ്ടാക്ട് ഇൻഹിബിഷൻ ഉണ്ട്. അതായത് അടുത്തൊരു സെല്ലുണ്ടെങ്കിൽ അവർക്ക് അടുത്തൊരു സെല്ലുണ്ട്, അതുകൊണ്ട് അവരവിടെ എന്താണ്
സെൽസ് മൾട്ടിപ്ലൈ ചെയ്യില്ല. പക്ഷേ ആ പ്രോപ്പർട്ടി ആർക്കില്ല? ക്യാൻസർ സെൽസിനില്ല. ക്യാൻസർ സെൽസ് അപ്പിയേഴ്സ് ടു ഹാവ് ലോസ് ദിസ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ലോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ട്യൂമേഴ്സ് ഉണ്ടാകുന്നു. ഈ ട്യൂമേഴ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ബിനൈൻ ട്യൂമേഴ്സും മാലിഗ്നൻറ്റ് ട്യൂമേഴ്സും. ബിനൈൻ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ എവിടെയാണോ അത് ഫോം ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ ആ ഒറിജിനൽ ലൊക്കേഷനിൽ തന്നെ ഉണ്ടാവും. അത് മറ്റേ പാർട്സിലേക്കൊന്നും സ്പ്രെഡ് ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ ഡാമേജും അതിൻ്റെ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കുറവായിരിക്കും. പക്ഷേ ഈ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഇവിടെ ഒരു ട്യൂമർ സെൽസ് ഉണ്ടാവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്തിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് അവർ മൂവ് ചെയ്യും. എന്നിട്ട് മറ്റുള്ള നോർമൽ സറൗണ്ടിങ് ടിഷ്യൂസിനെയും കൂടി അവരത് ബാധിക്കും. ആസ് ദീസ് സെൽസ് ആക്റ്റീവ്ലി ഡിവൈഡ് ആൻഡ് ഗ്രോ ദേ ഓൾസോ സ്റ്റാർവ് ദ നോർമൽ സെൽസ് ബൈ കോമ്പീറ്റിംഗ് ഫോർ വൈറ്റൽ ന്യൂട്രിയൻസ്. ഇവരെന്താണ്? ബിനൈൻ ട്യൂമേഴ്സ് എന്ന് വെച്ചാൽ എവിടെയാണോ അവർ ഫോം ചെയ്തത് അവിടെ മാത്രം, മറ്റ് സെൽസിലേക്കോ ടിഷ്യൂസിലേക്കോ സ്പ്രെഡ് ചെയ്യുന്നില്ല. പക്ഷേ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സ് നേരെ തിരിച്ചാണ്. ഇവരെന്താണ്? മറ്റുള്ള സെൽസിനെയും കൂടി പോയി ബാധിക്കും. അതുപോലെ തന്നെ ഈ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് കൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇത് നമ്മൾ പറയുന്നത് മാലിഗ്നൻറ്റ് ട്യൂമേഴ്സും അതുപോലെ തന്നെ ബിനൈൻ ട്യൂമേഴ്സും. This property is called metastasis. Is the most feared property of malignant tumors. So cells left from such tumors reach distant sites through the blood. അപ്പോൾ ആ ട്യൂമേഴ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന സെല്ല് ബ്ലഡിൽ കൂടി വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിയിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ വീണ്ടും ഒരു ട്യൂമർ സ്റ്റാർട്ട് ചെയ്യും, ഒരു പുതിയ ട്യൂമർ ഉണ്ടാക്കും. അതിനെയാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, മാലിഗ്നൻറ്റ് ട്യൂമറിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാൻസർ സെൽസ് എന്തായി? നമ്മുടെ ബോഡിയിൽ മൊത്തം സ്പ്രെഡ് ആയിക്കൊണ്ട് വരും. അത് ഡേഞ്ചറാണ്. അപ്പോൾ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സും ബിനൈൻ ട്യൂമേഴ്സും എടുത്തിട്ടുണ്ടെങ്കിൽ മാലിഗ്നൻറ്റ് ട്യൂമേഴ്സാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായിട്ട് വരുന്നത്. കോസസ് ഓഫ് ക്യാൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിസിക്കൽ എന്തെങ്കിലും ഏജൻസ് ആവാം, കെമിക്കൽ ആവാം, അല്ലെങ്കിൽ ബയോളജിക്കൽ ഏജൻസ് ആവാം ഈ ക്യാൻസർ കോസ് ചെയ്യുന്നുള്ളത്. അതിനാണ് നമ്മൾ കാർസിനോജൻസ് എന്ന് പറയുന്നത്. ചില സമയത്ത് നമ്മുടെ എക്സ്റേസ്, ഗാമ റേസ് അല്ലെങ്കിൽ UV റേസ് ഇവരൊക്കെ DNA ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെ DNA ഡാമേജ് ഉണ്ടാക്കിയിട്ട് ഇതുപോലുള്ള കാർസിനോജനായിട്ട് അവർ മാറും. പിന്നെ ടൊബാക്കോ സ്മോക്കിനകത്ത് എന്തുണ്ട്? ഒരു കാർസിനോജൻ പ്രസൻ്റ് ആയിട്ടുണ്ട്. അവരെന്ത് കോസ് ചെയ്യുന്നുണ്ട്? ലങ് ക്യാൻസർ കോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസർ കോസ് ചെയ്യുന്നുള്ള വൈറസസ് ഉണ്ട്. അവരാണ് ഓങ്കോജനിക് വൈറസസ് എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ട്? വൈറൽ ഓങ്കോജീൻസ് ഉണ്ട്. ഓക്കെ, സെവറൽ ജീൻസ് കൊണ്ട് സെല്ലുലാർ ഓങ്കോജൻസും അതുപോലെ തന്നെ പ്രോട്ടോ ഓങ്കോജൻസും നോർമൽ സെൽസിനകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സർട്ടൻ കണ്ടീഷൻസിൽ ഇവർ ആക്ടിവേറ്റഡ് ആവുന്നു, എന്നിട്ടത് ക്യാൻസർ കോസ് ചെയ്യുന്നതായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻസറിൻ്റെ കോസ് എന്ന് പറയുന്നത്. പിന്നെ ക്യാൻസർ ഡിറ്റക്ഷനും ഡയഗ്നോസിസും. ഏർലി ഡിറ്റക്ഷൻ, നമ്മൾ ഏത് ഡിസീസിൻ്റെ കേസിലും അതാണല്ലോ പറയുന്നത് അല്ലേ? പെട്ടെന്ന് തന്നെ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാനും സാധിക്കും. ക്യാൻസർ ഡിറ്റക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ ബയോപ്സി ആൻഡ് ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ്. അപ്പോൾ ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡീസ് വെച്ചിട്ടും നമ്മുടെ ടിഷ്യൂവിൻ്റെ, ബ്ലഡിൻ്റെ, ബോൺ മാരോൻ്റെ ഒക്കെ ടിഷ്യൂ ബയോപ്സി ചെയ്തിട്ടും ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡി ചെയ്തിട്ടുമാണ് ഈ ക്യാൻസർ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏത് ടിഷ്യൂ ആണോ സസ്പെക്റ്റഡ് ആയിട്ടുള്ളത് ആ ടിഷ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? മൈക്രോസ്കോപ്പിലൊക്കെ വെച്ച് നോക്കും, ഹിസ്റ്റോപാത്തോളജിക്കൽ സ്റ്റഡിയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ റേഡിയോഗ്രാഫി പോലെയുള്ള ടെക്നിക്സ്, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, MRI അതുപോലുള്ള ടെക്നിക്സൊക്കെ ചെയ്തിട്ടാണ് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ ക്യാൻസേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, പിന്നെ ആൻറ്റിബോഡീസ് അഗെയിൻസ്റ്റ് ക്യാൻസർ സ്പെസിഫിക് ആൻറ്റിജൻസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ഡിറ്റക്ഷൻ ഓഫ് സർട്ടൻ ക്യാൻസേഴ്സ്. അപ്പോൾ ഈ ചില ക്യാൻസേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ക്യാൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസിനെയും യൂസ് ചെയ്യാറുണ്ട്. അത് കൂടാണ്ട് ചില മോളിക്കുലർ ബയോളജി മെത്തേഡ്സും ഇതിനു വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഏതെങ്കിലും കേസിൽ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഡയഗ്നോസിൻ്റെയും ഡിറ്റക്ഷൻ്റെയും കേസിൽ. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഒന്ന് പറയുന്നത് സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി പോലുള്ള കോമൺ അപ്രോച്ചസാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. റേഡിയോ തെറാപ്പിയിൽ നമ്മുടെ ട്യൂമർ സെൽസിനെ ഇറേഡിയേറ്റ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് സെവറൽ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആർ യൂസ്ഡ് ടു കിൽ ക്യാൻസറസ് സെൽസ്. പിന്നെ ചില കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട്. മെജോറിറ്റി ഓഫ് ദി ഡ്രഗ്സ് ഹാവ് സൈഡ് എഫക്ട്സ് ലൈക്ക് ഹെയർ ലോസ്, അനീമിയ എക്സെട്ര.
നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡ്രഗ്സിനും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അനീമിയ, ഹെയർ ലോസ് പോലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഒറ്റൊരു സർജറിയിലല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് സർജറി, റേഡിയോതെറാപ്പി, കീമോതെറാപ്പി, അങ്ങനെ എല്ലാം ഒന്നിച്ചുകൂടി ഒരു കോമ്പിനേഷൻ വഴിയാണ് ഈ ക്യാൻസറിന് നമ്മൾ പൊതുവെ ട്രീറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ. The patients are given substances called biological response modifiers such as alpha interferons, which activates their immune system and helps in destroying the tumor. അപ്പോൾ ഈ പേഷ്യൻസിനകത്ത് ഒരു ആൽഫ ഇൻ്റർഫെറോൺ എന്ന് പറയുന്ന ഒരു മോഡിഫയേഴ്സ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ ട്യൂമറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. പിന്നെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏതിൻ്റെ കേസിൽ, ക്യാൻസറിൻ്റെ കേസിൽ പഠിക്കാൻ. ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് നമുക്ക് നോക്കാനില്ല കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ സുവോളജിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല ഇനിയും 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരു ചാപ്റ്റർ ഉണ്ട്.